ഒരു ഹെലികോപ്റ്ററിനുള്ള ശ്രമമാണ്. റജിയുടെ കൈകളിലേക്ക് രാജുഭായി മടങ്ങുന്നു. ഭീകരമായ ഒരു സപ്പോർട്ടാണ്. 35 എന്ന ആ ഒരു ചെറിയ സ്കോറിനെ പിടിച്ചു നിർത്താനുള്ള ഫീൽഡിംഗ് ടീമിൻ്റെ ശക്തമായ കരുത്ത്. ഇതൊരു വലിയ ഷോട്ടുള്ള ശ്രമമാണ്. പക്ഷേ അദ്ദേഹം ഒരു മലയാളിയല്ല. പക്ഷേ ക്രിക്കറ്റ് എന്ന വികാരം മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെ തൻ്റെ ഒഴിവു സമയങ്ങളെല്ലാം കോട്ടക്കലിൻ്റെ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിൽ വന്ന് അദ്ദേഹം കളി പഠിച്ചതല്ല, കളിക്കാൻ ആദ്യ സെമി ഫൈനലിന് തുടക്കം കുറിക്കുന്നു. നൗഫൽ കുഞ്ഞുട്ടി ബോളിംഗ് എൻഡിൽ, റജി ബാറ്റിംഗ് എൻഡിൽ. ആദ്യ ബോൾ തന്നെ റൌഫാട്ടിലേക്ക് ക്യാച്ച് നൽകിക്കൊണ്ട് ഒരു നിമിഷം സ്തംഭിച്ചു പോയിരിക്കുന്നു. വിശ്വസിക്കാനാകാത്ത ഒരു വിക്കറ്റാണത്. യൂസഫിൻ്റെ കൈകളിലേക്ക് ഒരു സിംഗിൾ റണ്ണാണ്. സൈക്കിളിംഗ് ബാറ്റർ സജു. എക്സലന്റ് ബോൾ. വാട്ട് എ ഗ്രേറ്റ് ബോൾ. വാട്ട് എ ഫീൽഡിംഗ്, വാട്ട് ആൻ എക്സലന്റ് ഫീൽഡിംഗ്. ഉറപ്പിച്ചൊരു ബോളായിരുന്നത്. അദ്ദേഹം ഓടിയെടുക്കുമ്പോൾ 3 റൺ സേവ് ചെയ്യുന്നു. കേവലം സിംഗിൾ റൺ മാത്രമാണ് അദ്ദേഹത്തിന് ഓടാൻ കഴിഞ്ഞത്. ഷബീർ ഷായുടെ ഒരു ഷോട്ടാണ്. വീണ്ടും സിംഗിൾ റണ്ണാണ്. ആദ്യ ഓവർ അവസാനിക്കുന്നു. ഒരു ക്യാച്ചിനുള്ള അവസരമാണ്. ആദ്യ ഓവർ റണ്ണ് നൗഫൽ കുഞ്ഞുട്ടിയുടെ കൈകളിലേക്ക്. യൂസഫിൻ്റെ ആദ്യ ബോൾ പോകുമ്പോൾ ആദ്യ ഓവറിൽ 5 റണ്ണ്. രണ്ടാമത്തെ ഓവറിലെ ആദ്യ ബോളിലും വിക്കറ്റ് നഷ്ടപ്പെടുന്നു. ബാറ്റർ ദിനേശ് മുത്തു. വീണ്ടും ഒരു വിക്കറ്റുള്ള അവസരം. സിംഗിൾ റണ്ണാണ്. വീണ്ടും ഒരു വിക്കറ്റുള്ള അവസരമാണ്. ഈസാൻ കൈവീശുന്നു. അനായാസമാക്കി ക്യാച്ച് എടുക്കുമ്പോൾ 3 ബോളുകൾ എറിയുമ്പോൾ 2 വിക്കറ്റും 1 സിംഗിൾ റണ്ണും. കഷ്ടിച്ചോടിയുടെ ആ ഒരു സിംഗിൾ റണ്ണും മാത്രമാണ്. മറ്റൊരു താരം മനോജ്. വാട്ട് എ ഗ്രേറ്റ് ബോൾ. 2 ബോളുകൾ മനോജിനെ നിഷ്കരണം വധിക്കുന്ന രീതിയിലുള്ള 2 ബോളുകൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഷോട്ട്. 2 ഫീൽഡർമാരുടെ ആ ഒരു ഫീൽഡിംഗ് കോമ്പിനേഷനാണ് അവിടെ കണ്ടത്. 2 പേരും കൂടി വളരെ ഒത്തൊരുമയോടെ ആ ഒരു 4-നെ തടുത്തിരുന്നു. ബോളിംഗ് എൻഡിൽ ന്യൂ ബോളർ ശരത് പണിക്കരാണ്. ഒരു ക്യാച്ചിനുള്ള അവസരമാണ്. പക്ഷേ കാറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി അത് 6 ലൈനിലേക്ക് പോകുന്നു. 2 ഓവറും 1 ബോളും പിന്നിടുമ്പോൾ 14 റണ്ണ് സ്കോർ ചെയ്ത് നിൽക്കുന്നു. ശരത്തിൻ്റെ മനോഹരമായൊരു തിരിച്ചുവരവ്. ശരത്തിൻ്റെ ഒരു സ്ലോവറാണ്. ആ ഒരു മിസ് ഫീൽഡിലൂടെ 2 റണ്ണാണ് അവർ സ്കോർ ചെയ്യുന്നത്. ഒരു ഗ്രൗണ്ട് ഷോട്ടാണ്. നേരത്തെ മിസ് പറ്റിയ ഫീൽഡറാണ് ഇത്തവണ അദ്ദേഹത്തിന് പിഴയ്ക്കാതെ. ശരത്തിൻ്റെ അവസാന ബോൾ. വാട്ട് എ ഡെലിവറി. ആദ്യ ബോളിൽ 6 വഴങ്ങിയ ആ ഒരു ബോളറാണ് പിന്നീടുള്ള 5 ബോളുകളും കേവലം സിംഗിളുകൾ, ഡോട്ട് ബോളുകൾ എറിഞ്ഞ് ഗംഭീരമാക്കുന്നു. ആദ്യ ഇന്നിങ്സിൻ്റെ അവസാന ഓവർ എറിയുന്നു ആശിഷ്. 17 റണ്ണ് സ്കോർ ചെയ്ത് നിൽക്കുന്നു.
Wow, what a beautiful bowling. അപ്രതീക്ഷിച്ച ബാറ്റർ ബോളും പ്രതീക്ഷിക്കാത്തൊരു വിക്കറ്റാണ്. ബോൾ എറിയുന്ന ആൾക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം ഒരു മലയാളിയല്ല, പക്ഷേ ക്രിക്കറ്റ് എന്ന വികാരം മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ തൻ്റെ ഒഴിവു സമയങ്ങളെല്ലാം കോട്ടക്കലിൻ്റെ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിൽ വന്ന് അദ്ദേഹം കളി പഠിച്ചതല്ല, കളിക്കാൻ ഇവിടുത്തെ മലയാളികളോട് കൂടി ഇപ്പോൾ ഈ പുത്തൂരിലെ ഏറ്റവും നല്ല ടീമിലെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ശക്തമായൊരു നേതാവായി അദ്ദേഹം മാറി. രണ്ട് ഭീകര ഷോട്ടുകളും പ്രവി എന്ന ബാറ്റ്സ്മാൻ അവസാന ഓവറിൽ ശക്തമായ ഒരു ബാറ്റിംഗ് പ്രതിരോധം തന്നെയാണ് തീർക്കുന്നത്. വീണ്ടും ഒരു നല്ലൊരു ഷോട്ടായിരുന്നു. മുപ്പത്തിയഞ്ച് റൺ വിജയലക്ഷ്യത്തിലേക്ക് വിന്നേഴ്സ് കോട്ടയ്ക്കിന് വേണ്ടി ഗ്രീസിലേക്ക് ഇർഷാദ് അലി കുഞ്ഞാവ ആൻഡ് നോ ഷൈക്കർ റൌഫ് പാട്ടീരി. ബോൾ ചെയ്യുന്നത് സാദിഖ് ഷാ. ആദ്യ ബോൾ വെരി ഗുഡ് ബോളിംഗ്. ദാറ്റ്സ് എ ഹ്യൂജ് വൺ. ആദ്യ മത്സരത്തിൽ ഒരു ഓവറിൽ 6 സിക്സർ അടിച്ചു തുടങ്ങിയ ഇർഷാദ് അലി കുഞ്ഞാവ. സ്റ്റാർട്ടിംഗ് ഇതൊരു വലിയ ഷോട്ടുള്ള ശ്രമമാണ്, പക്ഷേ അത് ഗ്രൗണ്ടിൽ തന്നെയാണ്. ആദ്യ ബോൾ തന്നെ റൌഫ് പാട്ടീരി മടക്കി വയ്ക്കുന്നു. സൈക്കിൾ ന്യൂ ബാറ്റർ രാജുഭായി ആണ്, ഇടംകയ്യൻ രാജുഭായ്. തീർച്ചയായിട്ടും മനോഹരമായൊരു ബോളാണ്, പക്ഷെ അതൊരു വൈറ്റ് ബോളിലേക്കാണ്. സൂപ്പർ ഡെലിവറി, വാട്ട് എ ബ്യൂട്ടി. ഒരു ഹെലികോപ്റ്ററിനുള്ള ശ്രമമാണ്. റജിയുടെ കൈകളിലേക്ക് രാജുഭായി മടങ്ങുന്നു. ഭീകരമായ ഒരു സപ്പോർട്ടാണ്. 35 എന്ന ആ ഒരു ചെറിയ സ്കോറിനെ പിടിച്ചു നിർത്താനുള്ള ഫീൽഡിംഗ് ടീമിൻ്റെ ശക്തമായ കരുത്ത്. സ്കോർ മോസ്റ്റ് 40. ഷാഫർജിയുടെ ഒരു മനോഹരമായ സ്ലോവറാണ്. ഏട്ടൻ പ്രവിയുടെ കൈകളിലേക്ക് ഒരു സിംഗിളാണ്. ശക്തമായൊരു ബാറ്റിംഗ് നിരയുള്ള വിന്നേഴ്സ് കോട്ടക്കലിന് വേണ്ടി ഗ്രീസിൽ നിൽക്കുന്ന ശ്രീഹരിയാണ്. Look at that. That's a bigger. വീണ്ടും ഒരു പടുകൂറ്റൻ സിക്സറാണ്. നേരത്തെ ദാറ്റ്സ് അഗെയിൻ, പക്ഷേ ഗ്രൗണ്ടിലാണോ എന്നൊരു ചോദ്യചിഹ്നമുണ്ട്. യെസ്, ദാറ്റ് സിക്സറാണ്. ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ ഓവർ തിരിയുമ്പോഴേക്കും ജയലക്ഷ്മി കേവലം 2 റൺ അകലെയായി. ബോൾ ചെയ്യുന്നത് ദിനേഷ് കുമാറാണ്. രണ്ടാമത്തെ ബോൾ തന്നെ വളരെ നിഷ്പ്രയാസം ഒരു സിക്സർ അടിച്ചുകൊണ്ട് വിന്നേഴ്സ് കോട്ടക്കൽ ഫൈനലിലേക്കുള്ള പ്രവേശന കവാടം തുറന്നിരുന്നു.